ഹായ് ഓൾ. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിന്റെ നെറ്റ് ഇൻകം ഓപ്പറേറ്റ് ആണ് സോറി നെറ്റ് ഇൻകം അപ്രോച്ച് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അത് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അതില് അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൂടി നമുക്ക് വരക്കണമായിരുന്നു. അത് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊന്ന് ഞാൻ ഒന്ന് വരക്കണ്ടേ. ജസ്റ്റ് സിമ്പിൾ ആണ്. ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ട്വിസ്റ്റഡ് വന്നാലും ക്വസ്റ്റ്യൻ നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കത്തൊന്നുമില്ല. ജസ്റ്റ് ഈ ബേസ് ഫോർമുല വെച്ചിട്ട് ചോദിക്കുള്ളൂ. ബട്ട് എന്നാലും ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി എങ്ങനെ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലൈക്ക് ലോജിക്കിലോട്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഈ രണ്ട് സിനാരിയോ എടുക്കാം. ഫസ്റ്റത്തെ സിനാരിയോയില് ഡെറ്റ് ഡെറ്റ് 2 lakh ആണ്, ഇക്വിറ്റി 3 lakh ആണ്. ഇപ്പൊ ഡെറ്റിന്റെ KD എന്ന് പറയണത് ഒരു 8% ആണ്. ഇക്വിറ്റി 3 lakh ആയിട്ട് ഉദ്ദേശിച്ചത് ഒരു 10% ആയിക്കോട്ടെ. കാരണം എപ്പോഴും KD ഇക്വിറ്റി താഴെ നിന്ന് വരെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. സെക്കൻഡ് സിനാരിയോയില് ഡെറ്റ് ഇൻക്രീസ് ചെയ്തു. എത്ര? ഒരു 5 lakh ആയി. ഇൻക്രീസ് എന്ന് കരുതിയിട്ട് റേറ്റ് മാറണമെന്നൊന്നുമില്ലല്ലോ. KD എപ്പോഴും കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. എമൗണ്ട് മാറിയോണ്ട് ഇത് മാറുന്നില്ല. അപ്പൊ ഇക്വിറ്റി ആയാലും 4 lakh ഇരിക്കട്ടെ. ഇതൊരു എക്സാമ്പിൾ പറയണമെന്നുള്ള അതൊക്കെ. 10% സിനാരിയോ 3ല് 8 lakh ഇരിക്കട്ടെ. 8% തന്നെ KD വരും. ഇതൊരു 5 lakh. 10% തന്നെ KE വരും. അപ്പോൾ നിങ്ങൾ WACC അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ KO നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഡിക്രീസിങ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്ക്. 2 lakh by 3 lakh എത്രയാണ് KDയുടെ കറസ്പോണ്ടിങ് ഡെറ്റ് പെർസെൻറ്റേജ് വരിക? 2 lakh plus 3 lakh 5 lakh 2 by 5 into 8. KDയുടെ 3.2 plus 3 by 5 into 10 6. ഇവിടെ KO വരുന്നത് 9.2. ഇവിടെ നോക്കി നോക്ക്. ഇവിടെ ഡെറ്റ് ഇൻക്രീസ് ആയി. ഡെറ്റ് ഇൻക്രീസ് ആവുമ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞു, ഡെറ്റ് ഇൻക്രീസ് ആവുമ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുമ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറ്റിന് എപ്പോഴും ലോവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് ഉണ്ടാവുക. അപ്പോൾ അതിന്റെ വെയിറ്റ് കൂടുതലടാ. ഡെറ്റിന്റെ വെയിറ്റ് കൂടുമ്പോൾ ആ ലോവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ഇമ്പോർട്ടൻസ് കൂടല്ലേ, അല്ലെങ്കിൽ വെയിറ്റ് കൂടല്ലേ. ഇപ്പോൾ നോക്കി, ഇവിടെ 5/9 അല്ലേ വരിക. 5 lakh plus 4 lakh 9 lakh ആണ്. അപ്പോൾ 5/9 എന്ന് പറയുമ്പോൾ 5/9 5 അല്ലേ കൂടുതൽ വരുന്നത് 4/9 അപ്പൊ കൂടുതലും കുറവുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ അല്ലേ ഇമ്പാക്ട് അടിയിലോട്ട് വരുന്നത്. അതാണ് എപ്പോഴും ഡെറ്റ് ഇങ്ങനെ കൂട്ടുമ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞു വരുന്നത്. നോക്കിക്കോട്ടെ. 5/9 into 8 എത്ര KE? ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് KEയും KD ഒക്കെ മുന്നത്തെ ക്ലാസ് കണ്ടിട്ട് ഒരു ഐഡിയ ഉണ്ട് വിചാരിക്കുന്നത്. 4/9 into 10 എത്ര? വീണ്ടും ഒരു മിനിറ്റ്. 5/9 into 8 4.44 കറക്റ്റ്. 4/9 into 10 രണ്ടും കറക്റ്റ് തന്നെയാണ്. 4.44 വരുമ്പോൾ എത്രയാണ്? 8.88. അതാണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ നോക്കി, ഇവിടെ വീണ്ടും ഡെപ്റ്റ് കൂടി. 8/13 into 8 4.92 പ്ലസ് 8/13 into 8 ആണല്ലേ വേണ്ടത്. 4.92 തന്നെയല്ലോ. ഓക്കെ. 5/13 into 10 3.85 8.77. നോക്ക്, ഡെറ്റ് എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നു അതിനനുസരിച്ച് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ആയി വരികയാണ്. അപ്പോൾ നമുക്കിത് ഗ്രാഫിക്കലി ഇങ്ങനെ വരക്കാം. ഈ ഗ്രാഫ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ തിയറി അപ്രോച്ചിൽ വരക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണം ഈ ഗ്രാഫ് വരച്ചതാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോടാ, ലൈക്ക് ഇവിടെ ഡിഗ്രി ഓഫ് ലിവറേജ് നത്തിങ് ബട്ട് ഡെറ്റിന്റെ പ്രൊപ്പോർഷനേറ്റ് ആണ് ഈ ആക്സിസ് ഉദ്ദേശിക്കുന്നത്. ഈ ആക്സിസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നത്തിങ് ബട്ട് KE KD KOനെ മൊത്തത്തിൽ പറയണത്. അപ്പോൾ ഇവിടെ ഡെറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് KD എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. KD എപ്പോഴും സ്ട്രേറ്റ് ലൈൻ ആണ്, കോൺസ്റ്റന്റ് ആണ്. കണ്ട, KD കോൺസ്റ്റന്റ് ആണ്. ഈവൻ KE ആയാലും കോൺസ്റ്റന്റ് ആണ്.
എടാ കെ എന്ന് ഉദ്ദേശിക്കുന്ന റേറ്റ് ആട്ടോ, അല്ലാതെ എമൗണ്ട് അല്ല. നിങ്ങൾ ഒരിക്കലും ചിലർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, സാർ ഇവിടെ ഡെപ്റ്റ് ഇങ്ങനെ കൂടി കൂടി വരണല്ലോ, അപ്പോൾ കെ ഡി എന്ന സ്ട്രേറ്റ് ലൈൻ ആയിക്ക് വായിക്കുന്നത് മേലോട്ടല്ല വരയ്ക്കേണ്ടത്. നമ്മളിവിടെ പെർസെൻറ്റേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 8%, 8%, 8%, 10%, 10%, 10%, ഏതൊരു ലൈക്ക് ഇത് വേണമെങ്കിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ അങ്ങനെ വേണമെങ്കിൽ വിചാരിച്ചോ. പക്ഷെ ഇവിടെ നോക്കൂ, കെ ഒ ഇതൊക്കെ കെ ഒ അല്ലേ, അല്ലെങ്കിൽ WICC, അതാണ് ഡിക്രീസിങ് ആയിട്ട് വരുന്നത്. ഡിക്രീസിങ് അവസാനം കെ ഡി വരെ എത്തട്ടുള്ളൂ. കെ ഡിയുടെ താഴോട്ട് പോകത്തില്ല. ഒന്ന് നോക്കി നോക്കി, ഇവിടെ 8 ലാക്ക് ഒരു ഒരു സംഭവം ഉണ്ട് കേട്ടാ, ഞാനത് വിട്ടുപോയി പറയാൻ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിച്ചോ മനസ്സിലാക്കാൻ. നമുക്ക് ആ അസംഷനിൽ ഉണ്ടല്ലോ, മേലെ എല്ലാ തിയറിക്കുമ്പോൾ അസംഷനിൽ ടോട്ടൽ ഫിനാൻസിങ് എപ്പോഴും കോൺസ്റ്റന്റ് ആവുന്ന ഉള്ളൊരു അസംഷൻ ഉണ്ടായിരുന്നു. നത്തിങ് ബട്ട് ടോട്ടൽ എപ്പോഴും സെയിം ആയിരിക്കും. ഇതിനുള്ളിലെ റീഅറേഞ്ച്മെന്റ് ആണ് മാറത്തുള്ളൂ. ഇതിലിപ്പോൾ ഞാൻ ടോട്ടൽ അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ഇനിയിപ്പോൾ അത് ചിലർക്ക് ഭയങ്കരമായിട്ട് കോൺസെപ്റ്റ് നോളജ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഞാൻ ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന പോയിന്റ് പറയാത്തോണ്ടൊരു മിസ്മാച്ച് വരും. അപ്പം അങ്ങനെ തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാണ്. ലൈക്ക് അതും തോന്നി, ആ മിസ്മാച്ച് തോന്നിയിട്ടില്ലാത്തവർ ഞാനിപ്പോൾ പറഞ്ഞവരെ നോക്കിയാൽ മതി. ലൈക്ക് നത്തിങ് ബട്ട് ടോട്ടൽ ഈ ഏത് സിനാരി ആണെങ്കിലും ടോട്ടൽ ഫിനാൻസിങ്ങും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള ഒരു അസംഷൻ ഉണ്ട് മേലെ. നമ്മുടെ ഉള്ളിലത്തെ ഈ റേഷ്യോസ് ആണ് മാറത്തുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഒരു അസംഷൻ മേലെ ഉണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ആ ഒരു അസംഷൻ ഒന്നും നോക്കിയിട്ടില്ല, ജസ്റ്റ് റഫ് ഫിഗർ കൊടുത്തു എന്നുള്ളൂ. ഓക്കെ, അപ്പോ ഞാനിവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും കെ ഒ ഈ ലൈനാണ് കെ ഒ. ഈ കെ ഒ കെ ഡിനേക്കാളും താഴെ വരത്തില്ല. നോക്കട, ഇപ്പൊ ഇവിടെ 8 ലാഖിന്റെ പകരം 8 ലാഖ് 5 ലാഖ് അല്ലേ, ഇത് ഡെറ്റ്, ഇത് ഇക്വിറ്റി. ഈ 13 ലാഖ് അല്ലേ മൊത്തം വന്നാൽ, 13 ലാഖ് ഫുള്ള് ഡെറ്റാ വിചാരിക്കും. ഇനി 5 ലാഖ് ഇക്വിറ്റി ഇല്ല, ഫുള്ള് ഡെറ്റാ വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 8% തന്നെ അല്ലേ കെ ഒ വരിക. നത്തിങ് ബട്ട് 100% കെ ഒ 8% പറഞ്ഞാൽ നത്തിങ് ബട്ട് കെ ഡി തന്നെ അല്ലേ. അപ്പൊ ഏറിപ്പോയ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കെ ഒ എന്ന് പറഞ്ഞാൽ കെ ഡി വരെ എത്തത്തുള്ളൂ, കെ ഡിയുടെ താഴോട്ട് പോകത്തില്ല എന്നാണ് പറയണത്. ഇതാണ് ആ ഗ്രാഫിന്റെ മീനിങ്. ടെക്സ്റ്റ് ബുക്കിൽ ഗ്രാഫ് കണ്ട് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റ് പറഞ്ഞത്. ഇപ്പൊ നെറ്റിംഗ് അപ്രോച്ചിന്റെ എല്ലാം ലൈക്ക് കഴിഞ്ഞു ഇതുവരെ. ഇനി നെറ്റ് ഈ ലൈന് കെ ഒ ആട്ടാ സ്ലോപ്പ് ആയിട്ട് വരുന്നത്, ലൈക്ക് ഒരു ലൈനുള്ളൂ. അടിയിലുള്ളത് കെ ഡി, ഇത് കെ ഇ. ഓക്കെ, ഇതാണ് നെറ്റ് ഇൻകം അപ്രോച്ചിന്റെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യം. ഇനി നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മൾ നെറ്റ് ഇൻകം മനസ്സിലായ ഒരാൾക്ക് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം സിമ്പിളായി മനസ്സിലാവും. നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് വരച്ചില്ലേ, പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ്, അതില് EBIT എത്തണില്ലേ, അത് തന്നെയാണ് നത്തിങ് ബട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. നമ്മൾ മേലെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. മേലെ എന്തൊക്കെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത്? കെ ഡി എന്ന് പറഞ്ഞാല് നത്തിങ് ബട്ട് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഡെറ്റ് ആണ്. അല്ലെങ്കിൽ കെ ഇ എന്ന് പറഞ്ഞാല് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡർ, നത്തിങ് ബട്ട് നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ആണ്. അതുപോലെ കെ ഒ എന്ന് പറഞ്ഞാല് EBIT ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഫേം ആണ്. അപ്പോ EBIT ഓർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഇതിന്റെ ബേസിസിലാണല്ലോ നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച് ഉള്ളത്. അപ്പൊ ഇതിന്റെ മെയിൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വാല്യൂ ഓഫ് ഫേം അല്ല കണ്ടുപിടിക്കാനുള്ളത്. വാല്യൂ ഓഫ് ഫേം ആണ് നമ്മളെല്ലാ തിയറിയിലും കണ്ടുപിടിക്കുന്നത്. നെറ്റ് ഇൻകത്തിൽ എങ്ങനെ വാല്യൂ ഓഫ് ഫേം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ഇനി നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ വാല്യൂ ഓഫ് ഫേം എങ്ങനെ കണ്ടുപിടിക്കുക, നത്തിങ് ബട്ട് EBIT ഡിവൈഡഡ് ബൈ KO. അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഓൾറെഡി ബാക്കിയുള്ളത് അറിയാം. EBIT എങ്ങനെ കണ്ടുപിടിക്കേണ്ട അറിയാം, KO എങ്ങനെ കണ്ടുപിടിക്കേണ്ട അറിയാം. ലൈക്ക് വെയിറ്റ് ആവറേജ് കോസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ മേലെ കണ്ടുപിടിച്ചില്ലേ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മുടെ KO എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ആ ഡെപ്റ്റിന്റെ ഇൻട്രസ്റ്റിനും ഡിവിഡന്റും കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു റേറ്റ് ആണ് KO എന്ന് പറഞ്ഞാൽ. EBIT പറഞ്ഞാൽ എന്താ, ഡിവിഡന്റും ഇൻട്രസ്റ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ EBITയിൽ നമ്മൾ 100% പേ ഔട്ട് റേഷ്യോ എന്ന അസംഷൻ ഒക്കെ മേലെ പറഞ്ഞില്ലേ, അത് എത്രയാണോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെറ്റ് ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റും ബാക്കി ഫുള്ളും ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. ആ രണ്ട് കൂട്ടർക്കും കൊടുക്കാനുള്ള എമൗണ്ട് എത്ര പെർസെന്റേജ് ആണോ കൊടുക്കുന്നത്, അത് ഡിവൈഡ് ബൈ പെർസെന്റേജ് തന്നെ. നത്തിങ് ബട്ട് വാല്യൂ ഓഫ് ഫേം കിട്ടുക. നത്തിങ് ബട്ട് ബാലൻസ് ഷീറ്റിലെ ടോട്ടൽ സൈഡ് ആണ് കിട്ടുക. അപ്പോൾ വാല്യൂ ഓഫ് ഫേം നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം പ്രകാരം കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഈ EBIT അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈ ഒരു സംഭവം ഡിവൈഡഡ് ബൈ KO ആണ്. അത്ര ഉള്ളൂ കേട്ടാ. ഇതാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ ഒരു പോയിന്റ് ഉള്ളു ഇവിടെ. പക്ഷെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ ഇവർ പറയുന്ന അപ്രോച്ച് എങ്ങനെ, ലൈക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇവിടെ നമ്മൾക്ക് വരക്കാം. ഇപ്പോൾ സെയിം സീനാരി നമുക്ക് മേലത്തെടുക്കാം. സെയിം സീനാരി അല്ല, മേലെ പറഞ്ഞ പോലെ ഒരു ഞാനിനി ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരക്കുമ്പോൾ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ പിന്നിലെ റീസൺ നിങ്ങൾ മനസ്സിലാക്കാൻ നിൽക്കണ്ട. കാരണം അതൊരു വാഗ് ടേം ആണ്, ഭയങ്കര കോംപ്ലക്സ് ആണ്. എന്നാൽ നമുക്കത് ഒരു റെലവെന്റും ഇല്ല എക്സാമിന്. അപ്പോൾ നമ്മൾ വെറുതെ തലപ്പുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഇക്വിറ്റി ഒരു 5 ലാക്ക്, 5 ലാക്ക്, 6 ലാക്ക്,
പിന്നെ അതുപോലെ തന്നെ ഒരു 4 ലാക്ക് വിചാരിക്കും. ഡെറ്റ് 6 ലാക്ക്, 8 ലാക്ക്, 10 ലാക്ക്. ഓക്കെ. അപ്പോൾ ഈ അപ്രോച്ച് ഇനി അടിയിൽ എന്താണ് KO വരും. അപ്പോൾ ഈ അപ്രോച്ചിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഡെറ്റ് കൂടുന്തോറും KO റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും അല്ലേ? ഇവിടെ നമുക്ക് പെർസെൻറ്റേജും ലൈക്ക് റഫായിട്ട് ഇപ്പോൾ ഒരു മിനിറ്റ് 1 സെക്കൻഡ്. ഓക്കെ, റഫായിട്ട് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡെറ്റിന്റെ 10% 10% ഒരു 10% ഇക്വിറ്റിയുടെ ഒരു 15%, 16%, 18%. KO വരുന്നത് ഒരു ലൈക്ക് ഇതൊക്കെ റഫ് ഫിഗർ ആട്ടോ. അതൊന്നും ലൈക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റ് ആയി വരുന്നില്ല. ഞാൻ ലൈക്ക് ഒരു ഈസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വേണ്ടി പറഞ്ഞാണ്. KO എന്ന് പറഞ്ഞാൽ 19% വിചാരിക്കും എല്ലാത്തിലും. ഞാൻ ഈ അപ്രോച്ച് എന്ത് അസംഷനാണ് എടുക്കുന്നത് പറയാനാണ് ഇങ്ങനെ ലൈക്ക് മാച്ചിങ് അല്ലെങ്കിൽ പോലും ഞാൻ റഫ് ഫിഗർ പറയണത്. ഓക്കെ, ഈ അപ്രോച്ച് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഡെറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ WACC കുറവ് വരണ്ടേ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവ് വരണ്ടേ? പക്ഷെ ആ കുറവ് വരാൻ സമ്മതിക്കില്ല. കാരണം ഇക്വിറ്റി അവരുടെ എക്സ്പെക്ടേഷനിൽ കൂട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും KO കോൺസ്റ്റന്റ് ആയിരിക്കും. KOയും KDയും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓൺലി KO വിൽ ബി ഇൻക്രീസിങ് എന്നാണ് ഈ ഒരു അപ്രോച്ചിൽ പറയണത്. ഒന്ന് ആലോചിക്കാൻ ഞാൻ ലൈക്ക് ഇതിൽ മനസ്സിലാക്കിയ ലോജിക്ക് പറഞ്ഞുതരാം. ഡെറ്റ് ഇൻക്രീസ് ആവുമ്പോൾ ഇക്വിറ്റി ഹോൾഡേഴ്സിന് ഒരു പേടി ഉണ്ടാവില്ലേ? കമ്പനികൾക്ക് വരുന്ന ലാഭത്തിൽ കൂടുതൽ ഡെറ്റർമാർക്ക് ഡിബഞ്ചർക്കാർക്ക് ഇൻട്രസ്റ്റ് കൊടുത്ത് തീരുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും ആർക്ക്? ഇക്വിറ്റി ഹോൾഡേഴ്സിന്. അപ്പൊ അവരുടെ റിസ്ക് കൂടുകയാണ്. അവരുടെ റിസ്ക് കൂടുമ്പോൾ അവർ റിട്ടേണിൽ എക്സ്പെക്ടേഷൻ കൂടാൻ ആഗ്രഹിക്കും. അപ്പൊ ഈ ഡെറ്റ് കൂടുമ്പോൾ എത്രയാണോ WACC ഇപ്പൊ ഇവിടെ ഡെറ്റ് 10%, ഇവിടെ 90%, ഇപ്പൊ ഡെറ്റിന്റെ എമൗണ്ട് കൂട്ടി. അപ്പൊ ഇവിടെ ശരിക്കും WACC കുറക്കണമായിരുന്നു. അപ്പോ ഇവിടെ WACC പക്ഷെ കുറഞ്ഞിട്ടില്ല, ക്ലിയർ ഇപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ എത്രയാണോ ഇവിടെ കുറയാൻ സാധ്യത ഉണ്ടായിരുന്നത് ആ ഒരു ബെനിഫിറ്റിനെ ഓഫ്സെറ്റ് ചെയ്യുന്ന രീതിയിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ആവും എന്നാണ് ഇതിൽ പറയണത്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ പറയണത്. ഇപ്പൊ നോക്കി നോക്ക്, ഇവിടെ KOയും കോൺസ്റ്റന്റ് ആണ്, എല്ലാ ഇയറിലും KDയും കോൺസ്റ്റന്റ് ആണ്. എന്നാൽ ഈ WACC കുറയാൻ കാരണമായിട്ടുള്ള ആ ഒരു ഫാക്ടറിനെ ഓഫ്സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ KE ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡെപ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇക്വിറ്റി ഹോൾഡേഴ്സിന് പേടിയാവും. അവരുടെ റിസ്ക് കൂടുകയാണ്. ഉള്ള പ്രോഫിറ്റ് ഫുള്ള് ഇൻട്രസ്റ്റ് അടിച്ച് പോവോ, ഞങ്ങൾക്കൊന്നും കിട്ടാതാവും. അപ്പൊ അവരുടെ എക്സ്പെക്ടേഷൻ കൂടും, അവരുടെ റിട്ടേണിന്റെ എക്സ്പെക്ടേഷൻ കൂടും. അപ്പൊ അതാണ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഗ്രാഫിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് ലിവറേജ്, അത് ഇവിടെ എന്താ പറയാ, ഇവിടെ കെ എന്നല്ല പറഞ്ഞ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതിലേക്ക് മൊത്തത്തിൽ പറയണ നമ്മൾ KDയും KO ഒക്കെ വരയ്ക്കാൻ പോലെ അതിന് മൊത്തത്തിൽ പറയണം. KD എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. നേരത്തെ നെറ്റിംഗത്തിൽ വരച്ച പോലെ ലൈക്ക് വര ചെറിയൊരു പ്രശ്നം അഡ്ജസ്റ്റ് ചെയ്യാൻ. അല്ല, എനിക്ക് മറ്റേതുണ്ടല്ലോ, പിന്നെ ഞാനത് ആലോചിച്ചില്ല. KD എപ്പോഴും കണ്ട ഇതുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. KD എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ KOയും കോൺസ്റ്റന്റ് ആയിരിക്കും. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ റേറ്റിനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ എമൗണ്ടിനല്ല. കണ്ട ഇവിടെ എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്. ബട്ട് KE മാത്രം എപ്പോഴും ഇൻക്രീസിങ് ആയിരിക്കും. ലൈക്ക് ഇത് നിങ്ങൾ ഈ ഗ്രാഫ് ഒന്നും കാണാതെ പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്ന രീതിയിലൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മുടെ നെറ്റ് ഇൻകം അപ്രോച്ച് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്ന ചേഞ്ചസ് KOനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുവഴി വാല്യൂ ഓഫ് ഫേം ഡിഫറൻസ് ആവും. നമ്മൾ പറഞ്ഞു ഏതില്, നെറ്റ് ഇൻകം അപ്രോച്ചിൽ. എന്നാൽ ഇവിടെ ആണെങ്കിലോ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ ഇവിടെ ചേഞ്ചസ് ഒക്കെ നടന്നു. ബട്ട് എന്നിട്ട് KO വ്യത്യാസം വന്നാ ഇല്ല. KOയിൽ കുറവ് വരേണ്ട എമൗണ്ട് ഓഫ്സെറ്റ് ചെയ്യും. എത്ര ബൈ ഇൻക്രീസിങ് ദ KE. അപ്പോ
ഓക്കെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് പ്രകാരം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങൾ കെയോനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അതുവഴി വാല്യൂ ഓഫ് ഫേമിനെയും ഇൻഫ്ലുവൻസ് ചെയ്യില്ല. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ വരുന്ന മാറ്റം കെയോനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അതുവഴി വാല്യൂ ഓഫ് ഫേമിലും ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അപ്പോൾ നത്തിങ് ബട്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് നോട്ട് റെലവൻറ്റ് ഇൻ ഡിറ്റർമിനിങ് വാല്യൂ ഓഫ് ദ ഫേം. അപ്പോൾ ഇറലവൻസ് തിയറിയിലാണോ നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച് വരിക? നത്തിങ് ബട്ട് ഇറലവൻസ് തിയറിയിൽ. ഓക്കെ. അപ്പോൾ അതാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിനെ കുറിച്ച് പറയാനുള്ള. നെറ്റ് ഇൻകം അപ്രോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് നെറ്റ് ഇൻകത്തിന്റെ ബേസിസിൽ നമ്മൾ ഡിവൈഡ് ബൈ കെ ചെയ്തിട്ട് ഇക്വിറ്റി വാല്യൂ കിട്ടും. പിന്നെ ഇക്വിറ്റി പ്ലസ് ഡെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ഫേം കിട്ടും. ഇനി നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ചിൽ EBIT നത്തിങ് ബട്ട് ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും ഇൻക്ലൂഡ് ചെയ്യണ EBIT ഡിവൈഡ് ബൈ KO നത്തിങ് ബട്ട് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൺസിഡറിങ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റ് ഓൺ ദ ക്യാപിറ്റൽ അത് കൺക്ലൂഡ് ചെയ്തിട്ടുള്ള KO കിട്ടും. അപ്പോൾ EBIT ബൈ KO കിട്ടുമ്പോൾ നത്തിങ് ബട്ട് വാല്യൂ ഓഫ് ഫേം കിട്ടും. അപ്പോൾ വാല്യൂ ഓഫ് ഫേം കണ്ടുപിടിക്കലാണ് നമ്മൾ എക്സാമിന് എന്തായാലും ചോദിക്കത്തുള്ളൂ. ഈ റെലവൻസ് തിയറി ആണോ എന്ന് ചോദിക്കത്തില്ല. എങ്ങാനും MCQലൊക്കെ വല്ലതും നമ്മൾ ഈ പറഞ്ഞ ലോജിക്ക് റിലേറ്റഡ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയണുള്ളൂ. ലൈക്ക് ഇവിടെ ഞാൻ ഉണ്ടല്ലോ ജസ്റ്റ് റഫ് എമൗണ്ട് കൊടുത്തോണ്ടാട്ടാ ലൈക്ക് KE എന്ന് പറഞ്ഞാല് KOനെക്കാട്ടി താഴെ ചിലർക്ക് ഡൗട്ട് വന്നിട്ടുണ്ടാവും KE എന്തുകൊണ്ട് KO എന്ന് സ്റ്റാർട്ട് ചെയ്ത് KD എന്ന് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തില്ല എന്നുള്ളത്. നത്തിങ് ബട്ട് ഇത് ഉദ്ദേശിക്കുന്നത് KE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം KOന്റെ പെർസെൻറ്റേജ് ആയിരിക്കും എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ റഫ് ഫിഗർ കൊടുത്തുകൊണ്ട് 90%, 15%, 90% താഴെയല്ല. ഇവിടെ എപ്പോഴും ലൈക്ക് മിനിമം 90% എന്തെങ്കിലും ഉണ്ടാവും. ലൈക്ക് 90% വെച്ച് ഇവിടെ ഇങ്ങനെ ചെയ്താൽ മതി. 90% വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നിങ്ങൾ ഇങ്ങനെ WSCC ഇവിടെ കണ്ടുപിടിക്കാൻ നോക്കണ്ടാട്ടാ. അത് എന്തുകൊണ്ടാണ് ഇവിടെ ഓഫ്സെറ്റ് ചെയ്യണ ആ ഒരു പ്രോസസ്സ് അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പഠിക്കാനില്ല. അതൊരു വാസ്റ്റ് പ്രോസസ്സാണ്. അത് കോംപ്ലക്സ് ആണ്. അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യം നമുക്കൊരു റെലവൻസും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നോക്കി നോക്ക് കണ്ട KE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KO എന്നല്ല സ്റ്റാർട്ട് ചെയ്യണത്. KOന്റെ താഴെ വരുന്നുണ്ടാവില്ലേ KE? ഇല്ല. അപ്പം അതുകൊണ്ടാണ് KOനേക്കാൾ എപ്പോഴും കൂടുതൽ അല്ലെങ്കിൽ KOന്റെ ഈക്വൽ അല്ലെങ്കിൽ അതിന് റേസിംഗ് ആയിരിക്കും KE. അല്ലാതെ KOന്റെ താഴെ ഒരിക്കലും KE സ്റ്റാർട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ KOയിൽ നിന്ന് KE സ്റ്റാർട്ട് ചെയ്തത്. ഇതൊന്നും നിങ്ങൾ ആലോചിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ചിലർ ആലോചിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇത് റഫ് ഫിഗർ കൊടുത്തു എന്നുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഒന്നും ബാക്കിൽ ബിഹൈൻഡ് ദ കാൽക്കുലേഷൻ ഒന്നും എക്സാമിന് എന്താ ചോദിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ലോജിക്ക് മനസ്സിലാക്കണു. എക്സാം പെർസ്പെക്റ്റീവിൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഇക്വേഷൻ മനസ്സിലാക്കണം. അത്ര ഉള്ളൂട്ടാ. ഓക്കെ. അപ്പോൾ നെറ്റ് ഇൻകം കഴിഞ്ഞു, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം കഴിഞ്ഞു. ഇനി നമുക്ക് ട്രഡീഷണൽ തിയറി ആണുള്ളത്. അത് എന്തായാലും നെക്സ്റ്റ് സെഷനിൽ എടുക്കാം. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഐ വിൽ ബി സോ ഹാപ്പി ടു സോൾവ് ഇറ്റ്.